ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫഞ്ചയിലാണ്. ഫഞ്ചയിൽ ഒരു ഹെറിറ്റേജ് ഹോം എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ. അപ്പോൾ നമ്മൾ ആദ്യം എത്തി, അവരൊക്കെ ഇത് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവർ വന്നിട്ട് വേണം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാനായിട്ട്. അതിന് മുമ്പ് നമുക്കിവിടെ പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ ഹെറിറ്റേജ് ഹോമിന്റെ പുറംഭാഗം കാണാനായിട്ട് ആക്ച്വലി നമ്മുടെ ഭാരതപ്പുഴയുടെ ഒക്കെ സൈഡ് പോലെ ഉണ്ട്. വേനൽക്കാലമൊക്കെ ഇതുപോലെ ഒരു ചാല് പോലെ ഉണ്ടാവുള്ളൂല്ലോ. തെങ്ങുംതോപ്പിന് പകരം ഒരു വനംതോട്ടം. സുജീനൊക്കെ ചേച്ചി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ തോന്നിട്ടോ. പിന്നെ ഇതുപോലുള്ള പ്ലേസിൽ വന്ന ഫോട്ടോ മുഖ്യം പിടിക്കില്ലേ. ഈ കാണുന്നത് ഇവരുടെ പഴയ വീടുകളുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. മണ്ണുകൊണ്ട് പണിതിട്ടുള്ള വീടുകളാണ്. കയറിക്കഴിഞ്ഞാൽ വീടെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ കയറി, പക്ഷെ അത്യാവശ്യം ഇപ്പോഴും സ്ട്രോങ് ആണ് കേട്ടോ. മണ്ണും വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ട് പണിതിട്ടുള്ള വീടുകളാണിത്. ഇവിടെ ഒരു ജനാല ഉണ്ട്. ആ ജനാലയെ കൂടെ നമുക്ക് നോക്കിയാ അവരെ കാണാം. ശ്രീധുവിന്റെ കണ്ടെടുത്താണ് ഗൈസ്. ബലിയിടുന്ന സ്ഥലമാണ് അത്ര ഇത്. ഇവിടെ എല്ലിന്റെ എടുക്കുന്നു. അതിൽ നിന്നും ശ്രീധുവിന് മനസ്സിലായ വിവരങ്ങളാണ് ശ്രീധു നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ശ്രീധുവിനെ ഇതിനെ പറ്റി കൂടുതലായിട്ട് എന്താണ് പറയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. To the city streets we began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഈ ഹെറിറ്റേജ് ഹോമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എൻട്രി ഫീ ഉണ്ട്. 500 പൈസയാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മൾ അത് അവരുടെ ഓഫീസിൽ പോയിട്ട് എടുക്കണം. അതൊരു ഓഫീസ് പോലെയല്ല, ഒരു കോഫി ഷോപ്പ് പോലെയൊക്കെ തന്നെയാണ്. പ്രൊഡക്ട്സും കുറേ സംഭവങ്ങളൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രൊഡക്ട്സും കല്ലുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ പണിതിട്ടുള്ളത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇങ്ങനെ പഴയ രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവരുടെ കോഫി ഷോപ്പിൽ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത് അവർ. നമ്മളങ്ങനെ അവരുടെ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് വ്യൂസൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഹെറിറ്റേജ് ഹോമിൻ്റെ ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം കണ്ടപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാണ്ട് പോകാനായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഹെറിറ്റേജ് ഹോമിൻ്റെ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ. ഈ ഹെറിറ്റേജ് ഹോമിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വഴികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കയറി വന്ന് നമ്മൾ ഇതേപോലെ ഒരു ബാൽക്കണിയിലോട്ടെത്തും. ഇവിടെ നിന്ന് ഒരുപാട് വഴികളുണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലോട്ടും പോവാൻ. ആ വഴികളുടെ ഒക്കെ പ്രത്യേകത കണ്ടോ, മുളകളും പനയോലയൊക്കെ വെച്ച് അടിയിൽ ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോണൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള പക്ഷികളും പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമ്മൾ നടന്നു പോകുന്നതും ഇതുപോലൊരു വഴിയിൽക്കൂടെയാണ് കേട്ടോ. അവിടെ ഒരുപാട് ജീവികളുണ്ട്. ഈ പിള്ളേരുടെ ഒച്ച കേട്ടിട്ട് അവറ്റകളൊക്കെ പേടിച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മളങ്ങനെ ആടിനെയും കോഴീനെയും റാബിറ്റിനെയും ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയ ഭാഗം അടിപൊളിയായിരുന്നു. ഫുള്ള് പച്ചപ്പും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും. ഈ ഒരു ഭാഗം നോക്കി, ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ, ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയില്ലേ, കുറേ മരങ്ങളും പച്ചപ്പും പുഴയും
പിന്നെ മലകളും, അടിപൊളി സ്ഥലം. മസ്കറ്റിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ഇവിടേക്കുള്ളൂ. ഒരുപാട് മലകളും വരണ്ടി കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലൊരു സ്ഥലം അവിടെ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷമായി. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ നന്നായി എൻജോയ് ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റും വെതറും പറയണ്ട, അടിപൊളിയായിരുന്നു. നല്ല സുഖമുണ്ടല്ലോ ഇവിടെ നാട്ടിലെ പറമ്പിൽ പോയ പോലെ. തെങ്ങിന് പകരം പനിയോല പന. ഈ അഴികൾ പോലെ കമ്പിട്ടേൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒരു ചാലായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ ശബ്ദവും കാറ്റും ഒക്കെ കൂടെ നല്ലൊരു വൈബാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പിന്നെ അതേ മയിലിനൊക്കെ ഇങ്ങനെ തുറന്നു കിട്ടിയേക്കാം. അതിങ്ങനെ നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ നമുക്ക് പോവാനായിട്ട് പറ്റും കേട്ടോ. Our hearts beat to the city streets. We began to feel the fire. ഈ ഒരു പ്ലേസിൽ എവിടെ നമ്മൾ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണ്. അത്രയ്ക്ക് ഭംഗിയായിട്ട് അവരിതിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിവിടെ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും എൻജോയ് ചെയ്യാനായിട്ട്, കാണാനായിട്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അവിടോട്ട് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോയില്ല, നല്ല തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാഞ്ഞത്. ഇവിടെ ചെറിയൊരു മ്യൂസിയം പോലെയാണ് കേട്ടോ. ഇവിടുത്തെ സുൽത്താൻ്റെ പഴയ കുറേ കാര്യങ്ങളും ഇവരുടെ പഴയ കുറേ ഒത്തൻറ്റിക് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ മ്യൂസിയം. വളരെ ചെറുതാണ്, പക്ഷേ അതെന്താണ്, എന്തിനൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം അവിടെ ഒന്നും എഴുതി വെച്ചിരുന്നില്ല. നമ്മൾക്കതൊന്ന് ഗൈഡ് ചെയ്ത് തരാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു മാത്രം തരാം. അതുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കുള്ളത് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞോട്ടോ. ആക്ച്വലി 500 പൈസ കൊടുത്തിട്ട് അത്യാവശ്യം നമുക്ക് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, കുറേ എൻജോയ് ചെയ്തു. നല്ലപോലെ വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 3:30 കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിക്കാട്ടോ. ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡ് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നല്ലൊരു സ്പോട്ട് തപ്പിയിട്ട് ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അളിയനും വിനീഷ് ബ്രോയും കൂടെ പോയിട്ട് ആദ്യം തന്നെ ഒരു പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അളിയൻ അവിടേക്ക് ഞങ്ങൾ ഗൈഡ് ചെയ്യാണ്. ഈ ഒരു വാദിയായിരുന്നു അവർ കണ്ടുവച്ചിരുന്ന ഒരു പ്ലേസ്. എൻ്റെ പൊന്നി കിട്ടിലൻ സ്പോട്ട്. നമ്മുടെ ഫഞ്ച ഹെറിറ്റേജ് ഹൗസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അതിന് പറ്റിയ സ്പോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ വന്നപ്പോൾ അത് ചെയ്യായിരുന്നു എന്ന് ശരിക്കും തോന്നിപ്പോയിട്ടോ. അത്ര കിടിലൻ സ്പോട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. പിള്ളേർക്ക് ഫുഡ് കഴിക്കുന്നതിലും ധൃതി ഇതുകൊണ്ട് ഈ വാദിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ. ഇവിടുത്തെ ഡാമിൽ നിന്ന് വരുന്നതാണ്. നല്ല ഒഴുക്കുള്ള വെള്ളം ആയതുകൊണ്ട് നല്ല വൃത്തിയും ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ കാലിൻ്റെ അവിടെ വെള്ളം കണ്ടില്ലേ, അത്ര വെള്ളേ ഉള്ളൂ. നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലെങ്കിലും കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് വിടാം. പക്ഷേ നമുക്ക് ഇറങ്ങണേലും നമുക്ക് വിചാരിച്ചാലും ഇറങ്ങാൻ അത്ര പോസിബിൾ ആയിരുന്നില്ല. ഈ പിള്ളേരെങ്ങനെ ഇതിൽ ഇറങ്ങി കളിക്കുന്നതെന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം അത്രയ്ക്ക് തണുത്ത വെള്ളമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ മലകളുടെയൊക്കെ ഭംഗി ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ആ മലകളും വെള്ളവും ഈ ഒരു സ്പോട്ടും. കുട്ടികൾക്കൊന്നും കയറണമെന്നേ ഉണ്ടായിരുന്നില്ല. ഇറങ്ങാനുണ്ടായിരുന്ന തോരയൊന്നും കയറിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. കിടുകിടാന്ന് വരച്ചിട്ട് വെള്ളത്തിന് കയറിയിട്ട് പിന്നെ പിള്ളേർ അനങ്ങിയിട്ടില്ല. കാരണം അത്രയ്ക്ക് തണുപ്പ്. അവർ കോട്ടും ഡ്രസ്സും ഒക്കെ ഇട്ട് പിന്നെ അനങ്ങാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഐഡിയ ചെയ്തു കേട്ടോ. എല്ലാ പിള്ളേരും തണുത്തിട്ട് കയറിയപ്പോഴും പതറാതെ അവിടെ നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു, ഇത്തമ്മ. ഞങ്ങളവിടെ കൂട്ടിയിട്ട് കുറച്ച് തീയിട്ടു. 5:30 കഴിഞ്ഞ സമയത്താണ് നല്ല കാറ്റ് വന്നത്. ആ കാറ്റും കൂടെ ആയപ്പോൾ, അതിനു മുമ്പും കാറ്റുണ്ടായിരുന്നു, പക്ഷെ 5:30 കഴിഞ്ഞപ്പോഴേക്കും നല്ല കാറ്റായി. ആ കാറ്റ് കൂടുന്നതിനനുസരിച്ച് തണുപ്പും കൂടി. പിന്നെ ഈ തീ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ 8 മണി വരെ അവിടെ നിന്നു കേട്ടോ.
മസ്കറ്റിൽ നിന്ന് നമുക്കൊരു 30 മിനിറ്റേ പോകാനുള്ളൂ. ജബൽ ഹത്തിലും ജബൽ ഷംസിലും പോയിട്ട് നമ്മൾ ക്ലൈമറ്റ് എൻജോയ് ചെയ്യുന്നതിന് പകരം ഒരു 30 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഇത്രയും കിടലിനായിട്ട് നമുക്ക് ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം, ഒരുപാട് സ്ഥലങ്ങൾ കാണാം, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഓരോ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മസ്കറ്റിൽ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് നല്ലൊരു സ്പോട്ട് തപ്പുന്നവർക്ക് നല്ല വെതറിൽ വലിയ ക്ഷീണവും കൂടാതെ പോയിട്ട് വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഫഞ്ച. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.